പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ 23 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ കർത്താവെ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അരുളിച്ചെയ്ത കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പുഴ പോലെ വൈദാഘാതം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവ ദുരിതങ്ങൾ, ജീവ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്നത്തെ ദിവസം എൻ്റെ മക്കളെ പോകുന്ന എല്ലാ ഇടങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും
ഇടപെടുന്ന സാഹചര്യങ്ങളിലും ചെയ്യാനുള്ള ജോലികളിലും പൂർത്തിയാക്കേണ്ട ജോലികളിലും ഒപ്പിടേണ്ട താളുകളിലും കർത്താവിൻ്റെ കൃപ നിങ്ങളെ ആവശ്യിക്കട്ടെ. എന്ത് വിഷയത്തിന് വേണ്ടിയാണോ എൻ്റെ മക്കളെ ഇന്ന് വേദനപ്പെടുന്നത്, മനസ്സ് വിമ്മിട്ടപ്പെടുന്നത്, അവിടെ പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുകയും നിനക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ അഡ്വക്കേറ്റായ അമ്മ നിനക്ക് വേണ്ടി വാദിക്കുകയും നിൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുകയും നിൻ്റെ ജീവിതം വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. മനസ്സ് നീറിക്കഴിയുന്നവർ, ഡിപ്രഷനിൽ കഴിയുന്നവർ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും ഒരു വഴിയും കാണാതിരിക്കുന്നവർ, ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നവർ, പണമില്ലാത്തവർ, എല്ലാ തരത്തിലും തളർന്നിരിക്കുന്നവർ, ആശുപത്രിയിലെ ബൈസ്റ്റാൻഡേഴ്സ്, പ്രസവിക്കാൻ പോകുന്നവർ, പ്രസവിച്ച കുഞ്ഞിൻ്റെ രോഗങ്ങളെ ഓർത്തുകൊണ്ടും വിഷമിക്കുന്നവർ, ആശുപത്രി ബോധമില്ലാതിരിക്കുന്നവർ, അവിടെ എല്ലാം കർത്താവിൻ്റെ അടിപ്പണ പോലെ വൈദാഖാമ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിച്ചുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായി ഇന്ന് കർത്താവിൻ്റെ കാറ്റടിച്ച് നിങ്ങൾ ശക്തി പ്രാപിക്കുകയും നിങ്ങൾ ബലം പ്രാപിക്കുകയും ചെയ്യട്ടെ. Lord Jesus Christ, pour out His Spirit, touch with a fire finger, suck with the precious blood, authority of the Catholic Church, power of Jesus Christ, merit of some holy priesthood. I bless and hallow your documents and you yourself. Thank you. Thank you, Jesus. എപ്പോഴും സംഭവ വിഷയം ഡിസേർമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമുക്ക് ആത്മാവിൽ ജ്വലിച്ച് നിൽക്കുന്നവർക്ക് ഒരു സെൽഫ് ഡിസേർമെൻ്റ് ഉണ്ടാവും. എങ്കിലും ചില സമയത്ത് നമ്മുടെ ഇമോഷണൽ നമ്മളെ വഴിതെറ്റിക്കും. ഇമോഷണലി നമ്മൾ ചില അവസരങ്ങളോട് ഓവർ അറ്റാച്ച് ചില വിഷയങ്ങളോട്. അപ്പോൾ അതാണ് ശരിയും നമ്മുടെ ഇന്ദ്രിയം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ ആന്തരിക ബോധ്യം നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് തടഞ്ഞില്ലെങ്കിൽ അത് ശരി. ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരും ആത്മഹത്യ ചെയ്യണവരെ അത് പാപമാണെന്ന് കരുതണില്ലല്ല. ഇവർക്ക് 2 മക്കളുണ്ട്. ആത്മഹത്യ ചെയ്ത പല ആൾക്കാർക്ക് മാതാപിതാക്കൾ നല്ല സ്നേഹമുള്ള മാതാപിതാക്കന്മാരുണ്ട്. പക്ഷെ ആ ഒരു സെക്കൻഡിൽ അവർ വിചാരിക്കണത് എന്താണ്? ആത്മഹത്യയാണ് നല്ലതെന്നാണ്. ആ ഒരു സെക്കൻഡാണ് ഒരു പ്രശ്നം. അപ്പോൾ ചെയ്യണ ഭയങ്കര ബ്ലണ്ടറാണെങ്കിൽ പോലും ആ സെക്കൻഡിന് അവർ ആ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇന്ദ്രിയത്തിനുണ്ടാകുന്ന ഒരു അബദ്ധമാണ്. അതുകൊണ്ടാണ് there must be somebody, വിശ്വസിക്കാൻ പറ്റിയ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ, സ്പിരിച്വൽ ഫാദർ. എല്ലാവർക്കും ഉണ്ടാകുന്നത് ഉടമ്പടി വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കും. അപ്പോൾ ഉടമ്പടിക്കാരെല്ലാവരും ഒരു സ്പിരിച്വൽ ഫാദറിനെ പ്രത്യേകിച്ച് കണ്ടുവെത്തണം, പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന. അതേസമയം തന്നെ ഡിസേർമെൻ്റ് ഉണ്ടാകണം. ഡിസേർമെൻ്റ് എന്ന് പറയുന്നത് ആത്മാവിൽ നിറഞ്ഞുള്ള ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ വൈറ്റ് ഓർ ബ്ലാക്ക് എന്നിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നും. അത് വിവേചന ശക്തി എന്ന് പറയണത്. ഇപ്പം ഞാനൊക്കെ കുമ്പസാരിക്കാൻ പോകുമ്പോൾ ആ കുമ്പസാരിക്കാൻ തരുന്ന ഉപദേശങ്ങൾ വരെ അനോയിൻറ്റഡ് ആകാൻ വേണ്ടി മുൻകൂട്ടി പ്രാർത്ഥിക്കും. കുറേ നേരം പ്രാർത്ഥിച്ചു. അതാണ് കുമ്പസാരത്തിന് മുമ്പുള്ള പ്രാർത്ഥന. പിന്നെ ഏറ്റവും നല്ലത് മനസ്സാപ്രകരണമാണ്. ഞാൻ വിശ്വാസപ്രമാണം ചെല്ലണതിന് മുമ്പ് ഞാനിപ്പോൾ റോമിൽ പോയപ്പോൾ എല്ലാ മാർട്ടിടത്തിലും പോയി. ജസ്റ്റിൻ ദ മാർട്ടയർ, പത്രോസിൻ്റെ ശവകുടീരത്തിൽ പോയി കുർബാനയില്ലേ, അതിൻ്റെ അടുത്തുള്ള തൊട്ടരികിലുള്ള ആൾത്താറ് വിശുദ്ധ പത്രോസിൻ്റെ. അതിനുശേഷം പൗലോസിൻ്റെ കുഴിമാടത്ത് പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം വിശുദ്ധ പൗലോസിൻ്റെ. അതുപോലെ പിന്നെ ഇങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ആളാണ് ജസ്റ്റിൻ, പിന്നെ സെൻറ്റ് സ്റ്റീഫൻ. അവരാദ്യകാല മാർട്ടേഴ്സാണ്. അവരുടെ തോളിലാണ് സഭ നിൽക്കുന്നത്, അവരുടെ ബോധ്യത്തിലും അവരുടെ സാക്ഷ്യത്തിലും. എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ കല്ലറയിൽ പോകുക എന്നുള്ളത്. അവിടെ ആപ്പിയൻ വേയിൽ അത് കുറേ വഴിയാത്ത നടന്നാണ് പോയത്. അവിടെ എത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അച്ഛന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ബിനു ചേട്ടൻ ഉണ്ടായിരുന്നു, ബിജു ചേട്ടനെ സഹായിക്കാനുള്ള. അപ്പോൾ അവരെ ഞങ്ങൾക്ക് കുറേ ആൾക്കാർ ഇതുപോലെ ഞങ്ങളെ സഹായിച്ചവരുണ്ട്. അപ്പോൾ അവിടെ എല്ലാം പോയി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആദ്യം ചെല്ലണത് എന്താണ്? ഞാൻ പൗലോസിൻ്റെ കുഴിമാടത്തിൽ ചെന്നപ്പോൾ ഞാൻ കുഴിമാടത്തിൽ ചെന്ന് പൗലോസിൻ്റെ ജയിലിൻ്റെ അടുത്ത് പോയെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച്. പൗലോസ് കിടന്ന ജയിലിൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഞാൻ ബലഹീനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാര്യം
ലോകത്തിന് ആധ്യാത്മികതയുടെ വലിയ ട്രഷർ കൊടുത്തത് പൗലോസിന്റെ നാവിൽ നിന്നാണ്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഈ കൃപാസനം ധ്യാനത്തിന് മുഴുവൻ അന്തസത്ത കൃപയാണ്. ശക്തി ദൈവത്തിൻ്റെ ശക്തി കൃപയായിട്ടും ദൈവത്തിൻ്റെ കൃപ ശക്തിയായിട്ട് നമ്മളിലേക്ക് വരുന്നു. അത് ഉടമ്പടി വഴി എങ്ങനെ ടാപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മുടെ ആധ്യാത്മിക പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ പൗലോസിൻ്റെ അടുത്ത് പോയി എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇതൊക്കെ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്? മസ്താപരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവരും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയനാൽ പൂർണ്ണ ഹൃദയത്തോടെ മനസ്തപിക്കുന്നു, പാപങ്ങളെ വിരട്ടുന്നു. നിങ്ങളീ മനസ്താപ്രകരണം മാത്രം. എൻ്റെ മക്കളെ ഒരു കാര്യം, ഈ കൃപാസന മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഉടമ്പടി ജീവിതമാക്കിയവർ, നിങ്ങൾ വിശ്വാസപ്രകടനം ചെല്ലുന്നതിന് മുമ്പ് മനസ്താപ്രകടനം ചൊല്ലിയിരിക്കണം. കാര്യം നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ജീവിതം, പ്രഘോഷണമാണ്. പക്ഷേ അതിന് നമ്മളെ യോഗ്യമാക്കണത്, ഒരു സാഹചര്യം ഒരുക്കണതും ഈ മനസ്താപകരണമാണ്. പാപത്തെ അഡ്രസ്സ് ചെയ്യണതാണ് ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ ദൗത്യവും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും പാപമില്ലാതെ ജീവിക്കാൻ വേണ്ടിയുള്ള പരക്കമാണ് മനസ്സിലുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും അറിഞ്ഞോ അറിയാതെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനാണ് ഈ മനസ്താപകരണം ചെയ്തിട്ട് അനുതാപത്തിലേക്ക് വരുന്നത്. കാര്യം സുവിശേഷം മൊത്തം അനുതാപത്തിൻ്റെ യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ മാനവരാശി അനുതാപത്തിൻ്റെ അനുരണനങ്ങളിലേക്ക്, അധ്യായങ്ങളിലേക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് ഈശോ യൂദയായിന്ന് ജെറുസലേമിലേക്ക് പോണത് തന്നെ. അപ്പം അതിനുള്ളിലാണ് ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിനെ ഈശോ അഡ്രസ്സ് ചെയ്യണത്. നമ്മൾ തന്നെ ഉള്ള തിന്മയുടെ ആത്മാവിനെ നമുക്ക് തന്നെ പിടികിട്ടത്തില്ല. അതുകൊണ്ട് ഈശോ പറയും, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് ചോദിക്കാൻ എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾ തന്നെ ധ്യാനിച്ച് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ഇവരവിടെ ചെന്നപ്പോൾ സമരക്കാർ ഈശോനെ വിടത്തില്ലെന്ന് കേട്ടപ്പോൾ ഇവർ ചിലപ്പോൾ തന്തക്ക് വിളിച്ച് കാണും. അത് ഇവർ സുവിശേഷം റിപ്പോർട്ട് ചെയ്യാത്തതാണ്. അതുകൊണ്ടാണ് ഇത്രയും ചൂടായിട്ട് വന്നിട്ട് തീയും ഗന്ധ ഇറങ്ങി നശിപ്പിക്കണമെങ്കിൽ ചോദിക്കണമെങ്കിൽ അത്രയും വലിയ കലാപം അവിടെ നടന്നു കാണും. കലാപത്തെ കർത്താവ് തന്നെ കൂട്ടിക്കൊണ്ട് പോകും. എന്തിനാണ്? നമ്മുടെ അരൂപി എന്താണെന്ന് അറിയാൻ വേണ്ടി. എന്താണെന്ന് അറിയാനില്ല, നമ്മളെ അറിയിക്കാൻ. എന്നിട്ട് പറയും, ഞാൻ വന്നിരിക്കുന്നത് നശിപ്പിക്കാനല്ല, കൊല്ലാനല്ല, ജീവനുണ്ടാകാനും. അപ്പം ജീവൻ്റെ ശുശ്രൂഷകരാണ് സുവിശേഷകരെന്ന് പറയണേ. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.